സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് ഡിസംബറിൽ കോട്ടയത്ത് വെച്ച് നടക്കുകയാണല്ലോ. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന്, താല്പര്യമുള്ളവർ എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ, UP, LP വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ കേരള ഗണിതശാസ്ത്ര പരിഷത്ത് പ്രോജക്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. അതിലെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സബ്ജക്റ്റ് ബൈനറി സംഖ്യകളാണ്. അവർക്ക് വേണ്ടി ഈ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെറിയൊരു പ്രോജക്റ്റ്, അതിൻ്റെ കുറിപ്പുകൾ എന്നൊക്കെ പറയാം, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കുറിപ്പുകളോടൊപ്പം തന്നെ നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടെ അതൊന്ന് വിപുലീകരിച്ച് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയിട്ട് വേണം കേരള ഗണിതശാസ്ത്ര പരിഷത്തിന് അയച്ചു കൊടുക്കാൻ. അത് ഈ ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് നിങ്ങളത് ഭംഗിയായി വളരെ മനോഹരമായി തന്നെ ചെയ്ത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കുറിപ്പുകളൊന്ന് പരിചയപ്പെടാം. ബൈനറി സംഖ്യകൾ. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കിയ ഈ കൊച്ചു പ്രോജക്റ്റ് കുറിപ്പിന്റെ പുറം ചട്ടയാണ് ബൈനറി സംഖ്യകൾ ബാലശാസ്ത്ര കോൺഗ്രസ് ഗണിതശാസ്ത്ര പ്രോജക്റ്റ് ഹൈസ്കൂൾ വിഭാഗം. ഇതിന്റെ ആമുഖമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഓർമ്മിക്കുക, ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രോജക്റ്റ് മൊത്തം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് കേൾക്കുകയും അതോടൊപ്പം ഇതിൽ വായിക്കുകയും ചെയ്യാം. ആമുഖം. കൃത്രിമ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അത്ഭുത യന്ത്രമാണ് കമ്പ്യൂട്ടർ. എല്ലാ മേഖലയിലും സാർവത്രികമായ ഒരു യന്ത്രം. ശൂന്യാകാശ യാത്ര മുതൽ ജാതക പൊരുത്തം വരെ സർവതല സ്പർശിയായി ഉപയോഗിച്ചു വരുന്ന യന്ത്രം. സംഗീത ഉപകരണങ്ങൾ, കവിതാ രചന, ചെസ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ പോലും കമ്പ്യൂട്ടർ അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ ഒരു യന്ത്രം ഇത്രമാത്രം ഉയർന്ന മേഖലയിൽ എത്തിപ്പെട്ടത്? അതിൽ സംഖ്യകൾക്ക് എന്ത് സ്വാധീനമാണുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ബൈനറി സംഖ്യകൾ അഥവാ ദ്വയാംഗ സംഖ്യാ സമ്പ്രദായം എന്ന ആശയത്തിൽ എത്തപ്പെടുന്നത്. 4 സംഖ്യാ സമ്പ്രദായങ്ങളിൽ ഒന്ന്. ഏതൊക്കെയാണ് ആ 4 സംഖ്യാ സമ്പ്രദായങ്ങൾ? ഒന്ന് ബൈനറി നമ്പർ സിസ്റ്റം, അതായത് അതിന്റെ ബേസ് 2 ആണ്. രണ്ടാമത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം, അതിന്റെ ബേസ് 8. ഡെസിമൽ നമ്പർ സിസ്റ്റം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെസിമൽ, ദശാംശ സംഖ്യാ സമ്പ്രദായം, അതിന്റെ ബേസ് എത്രയാണ്? 10. അതോടൊപ്പം നാലാമത്തത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം, അതിന്റെ ബേസ് 16. ചരിത്രം. കണക്ക് കൂട്ടുന്ന യന്ത്രം പരിഷ്കരിച്ചാണ് മനുഷ്യൻ ആധുനിക കമ്പ്യൂട്ടർ നിർമ്മിച്ചത്. കമ്പ്യൂട്ടറിന്റെ ചരിത്രം മനുഷ്യന്റെ കണക്ക് കൂട്ടാനുള്ള യന്ത്രങ്ങളുടെ പരിഷ്കാരത്തിന്റെ ചരിത്രം കൂടിയാണ്. ആദിമ മനുഷ്യൻ കണക്ക് കൂട്ടാൻ ആദ്യമായി ഉപയോഗിച്ചിരുന്നത് വിരലുകളായിരുന്നു. അക്കങ്ങൾ എന്നർത്ഥമുള്ള ഡിജിസ് എന്ന വാക്ക് വിരലുകൾ എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വിരലുകൾ ഉപയോഗിച്ച് 10 വരെ എണ്ണുന്നതിന് ആദിമ മനുഷ്യന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. 10ൽ കൂടുതൽ എണ്ണേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് കണക്ക് കൂട്ടാനും ഓർമ്മിക്കാനും പുതിയ സങ്കേതങ്ങൾ തേടാൻ അവൻ നിർബന്ധിതനായത്. ആദ്യം എണ്ണിയ 10 ഒരു കൂട്ടമായി എണ്ണൽ ക്രിയ ആവർത്തിച്ചതോടെ ദശാംശ സംഖ്യാ സമ്പ്രദായം നിലവിൽ വന്നു. അഥവാ മനുഷ്യന്റെ 10 വിരലുകളിൽ നിന്നാണ് ദശാംശ സംഖ്യാ സമ്പ്രദായം രൂപപ്പെട്ടത് എന്ന് പറയാം. ദശാംശ സംഖ്യാ സമ്പ്രദായം. ബൈനറി സംഖ്യകൾ അഥവാ ദ്വയാംഗ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാകുന്നതിന് ദശാംശ സംഖ്യകൾ
അഥവാ ഡീനറി നമ്പേഴ്സ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. 6845 എന്ന സംഖ്യ ഇത് എന്താണ്? ഇതൊരു ഡീനറി സംഖ്യയാണ്, അതായത് ദശാംശ സംഖ്യയാണ്. 6845 സമം എന്താണ്? 6000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5 6845. അല്ലെങ്കിൽ 6 ഗുണിക്കണം 1000 പ്ലസ് 8 ഗുണിക്കണം 100 പ്ലസ് 4 ഗുണിക്കണം 10 പ്ലസ് 5 ഗുണിക്കണം 1, അതാണല്ലോ 6845. ഇതിനെ വീണ്ടും 10ന്റെ കൂട്ടങ്ങളായി ബന്ധപ്പെടുത്തി മാറ്റി എഴുതുമ്പോഴോ, അതായത് 6 ഗുണിക്കണം 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഘാതം 3 ആണ്. 6 ഗുണിക്കണം 10 ഘാതം 3 പ്ലസ് 8 ഗുണിക്കണം 10 ഘാതം 2 പ്ലസ് 4 ഗുണിക്കണം 10 ഘാതം 1 പ്ലസ് 5 ഗുണിക്കണം, ഇവിടെ 5 ഗുണിക്കണം 1 ആണുള്ളത് അല്ലേ? ആ 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് 10⁻0 10 ഘാതം 0 ആണ്. 5 ഗുണിക്കണം 10 ഘാതം 0, അതായത് 5 ഗുണിക്കണം 1 മാറ്റി 5 ഗുണിക്കണം 10 ഘാതം 0 എന്ന് എഴുതാം. ഏത് ദശാംശ സംഖ്യയും ഈ രീതിയിൽ എഴുതാമല്ലോ. കണക്ക് കൂട്ടൽ യന്ത്രങ്ങൾ. പ്രാചീന മനുഷ്യൻ കണക്ക് കൂട്ടാൻ ആദ്യകാലങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു. കല്ലുകൾ എന്ന അർത്ഥമുള്ള കാൽക്കുലസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കണക്ക് കൂട്ടുക. നൂറ്റാണ്ടുകളുടെ ശ്രമഫലമായി കണക്ക് കൂട്ടുന്നതിന് ഒരു യന്ത്രം അവർ കണ്ടുപിടിച്ചു. അതാണ് മണിച്ചട്ട അഥവാ അബാക്കസ്. കമ്പ്യൂട്ടറിന്റെ നിർമ്മിതിക്ക് വഴി തെളിയിച്ച യന്ത്രമാണിത്. ഏത്? അബാക്കസ് അല്ലെങ്കിൽ മണിച്ചട്ട. മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ പ്രാധാന്യം വന്നതോടെ മണിച്ചട്ടത്തിന്റെ പോരായ്മയും കൂടി വന്നു. കൂടുതൽ സൗകര്യങ്ങളുള്ളതും എളുപ്പമായതുമായ ഒരു യന്ത്രം അവന് ആവശ്യമായി വന്നു. അത്തരം ഒരു യന്ത്രത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി. 1642 ബ്ലേസ് പാസ്കൽ എന്ന 17കാരൻ അത്തരമൊരു കണക്കുകൂട്ടൽ യന്ത്രം ലോകത്തിന് സംഭാവന ചെയ്തു. പാസ്കലിന്റെ ഈ കണക്കുകൂട്ടൽ യന്ത്രം പരിഷ്കരിക്കാൻ ധാരാളം ശ്രമങ്ങൾ നടന്നെങ്കിലും ഏതാണ്ട് 190 വർഷത്തേക്ക് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. എന്നാൽ 1833 ചാൾസ് ബാബേജ് ആധുനിക കമ്പ്യൂട്ടറിലേക്ക് പോകാവുന്ന ഒരു ഉൾവെളിച്ചം നൽകി അനലിറ്റിക്കൽ എഞ്ചിൻ എന്നൊരു യന്ത്രത്തിന് രൂപം കൊടുത്തു. 19ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര പരിമിതികൾ പക്ഷേ ബാബേജ് വിഭാവനം ചെയ്ത രീതിയിലുള്ള യന്ത്രം നിർമ്മിക്കാൻ സാധ്യമായിരുന്നില്ല. ഇന്ന് ആ പഴയകാല അനലിറ്റിക്കൽ എഞ്ചിനും കടന്ന് കമ്പ്യൂട്ടർ എന്ന സംവിധാനം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. കണക്ക് കൂട്ടൽ നിസ്സാരമായ ഒരു പ്രക്രിയയായി മാറിയിരിക്കുന്നു. 10 അക്കങ്ങൾ വീതമുള്ള 5 ലക്ഷം സംഖ്യകൾ ഗുണിക്കാൻ ആധുനിക കമ്പ്യൂട്ടറിന് വേണ്ടത് വെറും 1 സെക്കൻഡ് മാത്രം. 2 ലക്ഷത്തിലേറെ പുസ്തകങ്ങളിൽ ശേഖരിച്ച വിവരങ്ങൾ ഒരൊറ്റ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് ആവശ്യപ്പെടുന്ന സമയത്ത് തരും. ഇത്തരമൊരു അത്ഭുതകരമായ അവസ്ഥയിലേക്ക് കമ്പ്യൂട്ടറിനെ എത്തിച്ചത് ഗണിതശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ സംഖ്യാമയമാണ്. കമ്പ്യൂട്ടർ വിവരം ശേഖരിക്കുന്നതും സ്വീകരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംഖ്യകളിൽ കൂടിയാണ്. കമ്പ്യൂട്ടറിന്റെ ലോകം സംഖ്യാമയമാണെങ്കിലും എല്ലാ അക്കങ്ങളും കമ്പ്യൂട്ടറിന് പരിചിതമല്ല. ആകെ അറിയുന്നത് 2 അക്കങ്ങൾ മാത്രം, 0, 1 എന്നീ അക്കങ്ങൾ മാത്രം. ഈ 2 അക്കങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഏത് സംഖ്യയും കമ്പ്യൂട്ടറിന് എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഈ 2 അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി സംഖ്യകൾ 1664 ജർമ്മനിയിലെ ലീപ്സിംഗ് നഗരത്തിൽ ജനിച്ച ലെബനീസ് എന്ന മഹാനായ ഗണിതജ്ഞന്റെ സംഭാവനയാണ് ബൈനറി സംഖ്യകൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ആശയത്തിലേക്ക് എത്തിയത് ഗണിതപരമായ ആവശ്യത്തിനായിരുന്നില്ല, മറിച്ച് കടുത്ത
ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദേഹം ക്രിസ്തുമത തത്വം ചൈനീസ് ചക്രവർത്തിക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചതാണിത്. ശൂന്യതയിൽ നിന്ന് ഈശ്വരൻ എല്ലാം സൃഷ്ടിച്ചു. ഇതിൽ ശൂന്യത പൂജ്യത്തെയും ഈശ്വരൻ ഒന്നിനെയും സൂചിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ സംഖ്യകളെയും 0, 1 എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചു. ചില ഉദാഹരണങ്ങൾ. ദശക്രമത്തിൽ ചില സംഖ്യകളോട് തന്നിട്ടുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 0 മുതൽക്ക് 10 വരെയുള്ള സംഖ്യകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ എന്താക്കി മാറ്റിയിട്ടുണ്ട്? അതിനെ ദ്വയക്രമത്തിലേക്ക്. ദശക്രമം എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യകൾ, അതായത് ഡീനറി സംഖ്യകൾ. ദ്വയക്രമം എന്ന് പറഞ്ഞാൽ ബൈനറി സംഖ്യകൾ. അപ്പം 0ത്തെ ബൈനറി സംഖ്യയാക്കുമ്പോൾ 0 തന്നെ, 1നെ 1, 2നെ 1, 0, 3നെ 1, 1, 4 1, 0, 0, 5 1, 0, 1, 6 1, 1, 0, 7 1, 1, 1, 8 1, 0, 0, 0, 9 1, 0, 0, 1, 10 1, 0, 1, 0. ദശാംശ സംഖ്യകളുമുണ്ട്, അതിന്റെ ബൈനറി സംഖ്യകളും ഉണ്ട്. കമ്പ്യൂട്ടറും ബൈനറി സംഖ്യകളും. മുകളിൽ 0 മുതൽ 10 വരെയുള്ള ദശക്രമത്തിലുള്ള സംഖ്യകളും ഈ സംഖ്യകൾക്ക് സമാനമായ ദ്വയക്രമ സംഖ്യകളും കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ സംഖ്യകൾ പരസ്പരം സമാനമാകുന്നത്? അഥവാ എങ്ങനെയാണ് ദശക്രമ സംഖ്യകൾ ദ്വയക്രമ സംഖ്യകളായും ദ്വയക്രമ സംഖ്യകൾ ദശക്രമ സംഖ്യകളായി മാറുന്നത്? എന്താണ് ദശക്രമ സംഖ്യ എന്ന് ഈ പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദ്വയക്രമത്തിലാകുമ്പോൾ സംഖ്യകൾ 2ന്റെ കൂട്ടങ്ങളായി രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദശക്രമത്തിലെ 0, 1 എന്നീ സംഖ്യകൾക്ക് സമാനമായി ദ്വയക്രമത്തിലും ഇതേ സംഖ്യകൾ തന്നെയാണ്. എങ്ങനെയാണ് ഇവ സമാനമാകുന്നത്? 1 ഗുണിക്കണം 2 ഘാതം 0 സമം 1 ഗുണിക്കണം 1 സമം 1. അതെന്താണ് ഈ 1 ഗുണിക്കണം 2 ഘാതം 0? 6845 എന്ന ദശാംശ സംഖ്യ. അതില് ഈ 5 എന്താണ്? 5 ഗുണിക്കണം 1 അല്ലെങ്കിൽ 5 ഗുണിക്കണം 10 ഘാതം 0. 10ന്റെ കൂട്ടങ്ങളാകുമ്പോൾ അതിന്റെ സ്ഥാനം വരുന്നത് ഇങ്ങനെയാണ്. 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 10⁻0. അതേപോലെ ബൈനറി സംഖ്യകളാകുമ്പോൾ അത് 2ന്റെ കൂട്ടങ്ങളാണ്. അതാണ് ഇവിടെ എന്ത് സൂചിപ്പിച്ചിരിക്കുന്നത്? 2 ഘാതം 0 ആണ്. 10 ഘാതം 0ന് പകരം ബൈനറി സംഖ്യയാകുമ്പോൾ അത് 2 ഘാതം 0 ആയി മാറും. 2 ഘാതം 0 ഏത് സംഖ്യയുടെയും റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ വില 1 ആണ്. അത് പ്രകാരം 2 ഘാതം 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 ഗുണിക്കണം 1 അത് 1 തന്നെയാണ്. 1 ഗുണിക്കണം 1 1. അതാണ് ഇവിടെ വന്നിട്ടുള്ള 1. നേരത്തെ ദശക്രമത്തിന് സമാനമായ ദ്വയക്രമ സംഖ്യകൾ പരിചയപ്പെട്ടല്ലോ. ആ ദ്വയക്രമ സംഖ്യകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് 2ന്റെ കൂട്ടങ്ങളായി മാറുന്നത് എന്ന് കൂടി നോക്കാം. 1 0 1 0 പറയുന്നത് 0. ഈ 0 വരുന്നത് എവിടെയാണ്? അത് 0 ഗുണിക്കണം 2⁻0 പ്ലസ്, അതായത് ഇതിന്റെ സ്ഥാനം 2⁻0 ആണ്. ഇതിന്റെ സ്ഥാനം 2⁻1 ആണ്. സംഖ്യ 1 1 ഗുണിക്കണം 2⁻1. അടുത്ത നോക്കൂ, 1 1. ഇത് 11 എന്ന് വായിച്ചാൽ തെറ്റിപ്പോകും. ഇത് ബേസ് 2 ആണ്. അപ്പൊ 1 1 ആണ്. സമം 1 ഗുണിക്കണം 2⁻0 പ്ലസ് 1 ഗുണിക്കണം 2⁻1. അതിങ്ങനെ വന്നു ഇവിടെ ഇത് 3 സ്ഥാനത്തേക്ക് വന്നു. ഇത് 2⁻0, ഇത് 2⁻1, ഇത് 2⁻2 ആണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ 1ന്റെ വില 1 ഗുണിക്കണം 2⁻2. അത് വീണ്ടും 3 സംഖ്യകളുണ്ട്. അടുത്തത് 4 സംഖ്യകൾ വന്നു. ഇവിടെ 1 0 1 0. അതെന്താണ്? ഈ 0ത്തിന്റെ വില 0 ഗുണിക്കണം 2⁻0. ഇത് 1 ഗുണിക്കണം 2⁻1. ഇത് 0 ഗുണിക്കണം 2⁻2. ഇത് 1 ഗുണിക്കണം 2⁻3 ആണ്.
ഇനി ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി നോക്കാം. അതായത് ഇവിടെ നമ്മൾ ദ്വയക്രമത്തിലുള്ള സംഖ്യകൾ എഴുതി അതിന്റെ സ്ഥാനവില അനുസരിച്ച് ഒന്ന് വിപുലീകരിച്ചു. ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് ദശക്രമത്തിലേക്ക് വരുന്നത്, ദശക്രമ സംഖ്യകളായി രൂപപ്പെട്ടതെന്ന് കൂടി നോക്കാം. ദ്വയക്രമത്തിലുള്ള മുകളിൽ സൂചിപ്പിച്ച രണ്ടിന്റെ കൂട്ടങ്ങൾ എങ്ങനെ ദശക്രമത്തിൽ മാറുന്നു എന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തത് 0 ഗുണിക്കണം 2 ഘാതം 0 പ്ലസ് 1 ഗുണിക്കണം 2 ഘാതം 1 ആണല്ലോ. അതാണ് ഇത് 1 0. അതിന്റെ വില 0 ഗുണിക്കണം 1 എത്രയാ? അത് 0 ആണ്. 1 ഗുണിക്കണം 2 2. 0 2 കൂടെ കൂട്ടിയാൽ എത്ര വരും? 2. അതായത് 2നെ തിരിച്ച് ഇങ്ങനെ എഴുതാം, ഇതിനെ തിരിച്ച് ഇങ്ങനെ എഴുതാം. ഈ 2 ദശക്രമത്തിലുള്ള സംഖ്യയാണ്. ഇവിടെയും ഇതിനെ സ്ഥാനക്രമം അനുസരിച്ച് ഇതിന്റെ വില കൊടുത്ത് എഴുതി അവസാനം അത് 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി, 6 കിട്ടി. ഇത് ഓരോന്നും സമയമെടുത്ത് നോക്കുക. ഉദാഹരണം 6 എന്ന ഈ ദശക്രമത്തിലെ സംഖ്യ എങ്ങനെയാ രൂപപ്പെടുന്നത്? ഇതാണ് ആ സംഖ്യ. 0 ഗുണിക്കണം 2 ഘാതം 0 പ്ലസ് 1 ഗുണിക്കണം 2 ഘാതം 1 പ്ലസ് 1 ഗുണിക്കണം 2 ഘാതം 2. 0 പ്ലസ് 2 പ്ലസ് 4 സമം 6. ഇതിന്റെ വില 7, ഇതിന്റെ വില 8, ഇതിന്റെ വില 9. 10ന്റെ നോക്കൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. 0 ഗുണിക്കണം 2 ഘാതം 0 പ്ലസ് 1 ഗുണിക്കണം 2 ഘാതം 1 പ്ലസ് 0 ഗുണിക്കണം 2 ഘാതം 2 പ്ലസ് 1 ഗുണിക്കണം 2 ഘാതം 3. അവിടെ ഇപ്പോ 0 ആകുമ്പോ 0 തന്നെ നോക്കണ്ട. ഇത് 2 പ്ലസ് ഇത് 2 ഘാതം, ഇവിടെയും 0 തന്നെ. ഇത് 2 ഘാതം 3 8 ആണ്. 2 8 കൂടെ കൂട്ടുമ്പോൾ 10. അപ്പൊ 10 എന്ന ഈ ദശക്രമ സംഖ്യയുടെ ബൈനറി, അതിന്റെ സംഖ്യാസ്ഥാനം അനുസരിച്ചുള്ള ഒരു വിശദീകരണ രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ബൈനറി സംഖ്യകൾ എങ്ങനെയാണ് ഡീനറി സംഖ്യകളിലേക്ക് മാറുന്നതെന്ന് വ്യക്തമായല്ലോ. എന്നാൽ നാം കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഡീനറി സംഖ്യകൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ബൈനറി സംഖ്യകളായി മാറുന്നത്, അല്ലെങ്കിൽ ഡീനറി സംഖ്യകൾക്ക് സമാനമായ ബൈനറി സംഖ്യകൾ ഏതെന്ന് നോക്കാം. ഇത് 11 എന്ന ഡീനറി സംഖ്യയാണ്. 11 12 എന്ന ഈ 2 സംഖ്യകൾ ഇവിടെ പരിചയപ്പെടാം. ആദ്യം അതിന് സമാനമായി വന്നിരിക്കുന്നത് 1 0 1 1 ബേസ് 2. എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 11നെ 2 കൊണ്ട് ഹരിക്കുന്നു. 11നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. ശിഷ്ടം എത്ര വരും? 1. ആ 1 ആണ് ഇത്. 5നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു, 2 കിട്ടും. ശിഷ്ടം 1. 2നെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ശിഷ്ടം 0 ആണ്. അപ്പം ഇതിനെ 11 എന്ന സംഖ്യയെ നമ്മൾ ബൈനറി രീതിയിലേക്ക് മാറുമ്പോൾ 1 0 1 1 1 0 1 1 ബേസ് 2. അതേപോലെ 12നെ ചെയ്തതാണിത്. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 ശിഷ്ടം 0. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം 0. 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ശിഷ്ടം 1 1 1 0 0. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 13 2 കൊണ്ട് ഹരിച്ചാൽ 6 ശിഷ്ടം 1. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം 0. 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം 1 1 1 0 1. അങ്ങനെ 16നെ ഹരിച്ചത് നോക്കാം. 16 ഹരിക്കണം 2 8 ശിഷ്ടം 0. 8നെ 2 കൊണ്ട് ഹരിച്ചു 4 കിട്ടി. ശിഷ്ടം 0. 4നെ 2 കൊണ്ട് ഹരിച്ചു ശിഷ്ടം 0. 2നെ 2 കൊണ്ട് ഹരിച്ചു ശിഷ്ടം 0. 2 2 ഹരിച്ചാൽ 1 കിട്ടും. അപ്പൊ 1 0 0 0 0. 11 മുതൽ 16 വരെയുള്ള ദശാംശ സംഖ്യകളുടെ ബൈനറി സംഖ്യകളാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ള ദശാംശ സംഖ്യയെ ഹരിച്ചു കിട്ടുന്ന ശിഷ്ടസംഖ്യകളും അവസാനം വരുന്ന ഒന്നും ചേർന്നാണ് ഈ ബൈനറി സംഖ്യകൾ രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. ചില പ്രത്യേകതകൾ. ഈ ചില പ്രത്യേകതകൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം ഈ പ്രോജക്റ്റിന്റെ അവസാനമായി ചേർത്താൽ മതി. ഇതിന്റെ ഇടയിൽ വരണമെന്നില്ല. ബൈനറി സംഖ്യകളുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രിയകൾ, ചതുഷ്ക്രിയകൾ
ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കൂടി കഴിഞ്ഞ ശേഷം ഇത് ചേർത്താൽ മതി പ്രോജക്റ്റിന്റെ ഭാഗമാകുമ്പോൾ. ദ്വയക്രമത്തിൽ 0, 1 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു സംഖ്യയിൽ തന്നെ കൂടുതൽ അക്കങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായി 16 എന്ന ദശാംശ സംഖ്യയിൽ 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന് സമാനമായ ബൈനറി സംഖ്യയിൽ 5 അക്കങ്ങൾ ഉണ്ട്. ദ്വയക്രമത്തിലുള്ള സംഖ്യകൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവ ദശക്രമത്തിലല്ല എന്നും ദ്വയക്രമത്തിലാണെന്നും സൂചിപ്പിക്കുവാൻ സംഖ്യയുടെ വലതുഭാഗത്ത് താഴെ 2 എന്ന് ചേർക്കണം. ഉദാഹരണത്തിന് 16 തുല്യമായ ദ്വയക്രമ സംഖ്യയെ 1000 ഇവിടെ അടിയിൽ 2 എന്ന് രേഖപ്പെടുത്തണം. ഒരു ബൾബ് കത്തുക എന്ന അവസ്ഥ 1-നെയും കത്താത്ത അവസ്ഥ 0-യും രേഖപ്പെടുത്താൻ ഉപയോഗിക്കാം. ഒരു വൈദ്യുത കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന അവസ്ഥ 1-ഉം പ്രവഹിക്കാത്ത അവസ്ഥ 0-വുമായി കണക്കാക്കാം. ഇത്തരം ഒരു യാന്ത്രിക സവിശേഷതയിലാണ് ദ്വയക്രമ സംഖ്യകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. ബൈനറി നമ്പർ ക്രമത്തിലെ സംഖ്യാസ്ഥാനം. ബൈനറി സംഖ്യകളുടെ സ്ഥാനക്രമം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഉദാഹരണം 1011.110 എന്ന ബൈനറി സംഖ്യാക്രമത്തിലെ ഒരു സംഖ്യ നമുക്ക് പരിചിതമായ ദശാംശ സംഖ്യാക്രമത്തിലെ അതേ തത്വം തന്നെയാണ് ഇവിടെ. 2547.368 എന്ന ദശാംശ സംഖ്യയിൽ 7ന്റെ സ്ഥാനം 10⁻0, 4ൻ്റെത് 10⁻1, 5ൻ്റെത് 10⁻2, 2ൻ്റെത് 10⁻3, 3ൻ്റെത് 3.3, അത് 1/10. ഈ 6 വരുന്നത് 1/10⁻2, 8 വരുന്നത് 1/10³ 10⁻3 എന്നിങ്ങനെയാണല്ലോ. അതേപോലെ 1011.110 എന്ന ബൈനറി സംഖ്യയിലെ സ്ഥാനവിനനുസരിച്ച് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ 1011.110 ആണ്. അതിലെ ആദ്യത്തെ 1011, അതിലെ ഈ 1ന്റെ സ്ഥാനം എവിടെ വരുന്നത്? അത് 2⁻0. ഈ 1ന്റെ സ്ഥാനം വരുന്നത് 2⁻1, ഈ 0 വരുന്നത് 2⁻2, ഈ 1 വരുന്നത് 2⁻3 എന്നിങ്ങനെയും. ദശാംശം വരുമ്പോൾ എന്താ ചെയ്യുക? ദശാംശം 110, അതിലെ ഈ 1ന്റെ സ്ഥാനം, ദശാംശം കഴിഞ്ഞുള്ള ഈ 1ന്റെ സ്ഥാനം വരുന്നത് എവിടെയാണ്? അത് 1/2�1 ആണ്. അടുത്ത 1/2 ആണ്. ഈ 0 കിടക്കുന്നത് എവിടെയാണ്? 1/2 എന്നിങ്ങനെയാണ്. ഇതാണ് ബൈനറി സംഖ്യകളുടെ സ്ഥാനക്രമം. ഇനി സംഖ്യാക്രിയകളാണ് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. ഇവ ഓരോന്നും എങ്ങനെയാണ് ബൈനറി സംഖ്യകളിൽ നടക്കുന്നതെന്ന് നോക്കാം. സങ്കലനമാണ്. അതിനകത്ത് അതിന്റെ ഒരു തത്വം ആദ്യം മനസ്സിലാക്കി വെക്കുക. 0 + 0 0 ആണ്. 0 + 0 0 ആണ്. 0 + 1 അത് 1 ആണ്. 1 + 0 അതും 1 ആണ്. എന്നാൽ 1 + 1 അത് വരുന്നത് അവിടെ 0 ആണ്. ഇതിന്റെ ഫലം വരിക കരിയറായിട്ട് അടുത്ത സ്ഥാനത്തേക്ക് 1 പോകും. ഈ തത്വം നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതനുസരിച്ച് എങ്ങനെയാണ് 2 ബൈനറി സംഖ്യകളുടെ സങ്കലനം എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ ചെയ്യാം. 1101 പ്ലസ് 1001. ഈ തത്വം അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ 1 1 കൂട്ടുമ്പോൾ ഉത്തരം 0 വരും. ആ 1 കേരിയറായിട്ട് വരും. ആ കേരിയറെ ഇതിന്റെ കൂടെ കൂട്ടുക. 0 0 0 തന്നെ, അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1 കിട്ടും. ഇവിടെ വീണ്ടും 1 0 കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. 1 1 കൂടെ കൂട്ടുമ്പോൾ 0 കേരിയറായിട്ട് 1 വരും. അതായത് ഇതിന്റെ
സങ്കലന ഫലം എന്ന് പറയുന്നത് 1,0,1,1,0 ആണ്. ഇവിടെ 1,0,1,1,0. ഇതാണ് ഇതിന്റെ സങ്കലന രീതി. ഇങ്ങനെ സങ്കലനം ചെയ്തപ്പോ അതായത് 1,1,0,1 1,0,0,1 കൂടെ കൂട്ടിയപ്പോ 1,0,1,1,0 കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും. അതിനെ ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ വിലയും ഇതിന്റെ വിലയും ഇതിന്റെ വിലയും ഒന്ന് നോക്കാം. 1,1,0,1 1,1,0,1 ബേസ് 2 പ്രകാരം അതിലെ ദശാംശ സംഖ്യ വില എത്രയാണ്? 13 ആണ്. 1,0,0,1 ഈ ബൈനറി സംഖ്യ അതിന്റെ വില 9 ആണ്. അതായത് 13ഉം 9ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? അത് 22 കിട്ടണമല്ലോ. രണ്ടും കൂടെ കൂട്ടിയാൽ ഇവയുടെ തുക. അങ്ങനെയെങ്കിൽ ഈ 1,0 നമുക്ക് ഇവിടെ കിട്ടിയ 1,0,1,1,0 അതിന്റെ വില എന്ത് കിട്ടണം? 22 എന്ന് കിട്ടണം. അത് കിട്ടുമോ എന്ന് നോക്കാം. ഇത് എന്താ വരുന്നത്? 2 ഘാതം 0 ആണ്. 2 ഘാതം 0ത്തെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ വേണ്ട. ഇത് 2 ഘാതം 1 2 ഘാതം 1 ഗുണിക്കണം 2 വരും പ്ലസ് ഇത് 2 ഘാതം 0 ഇത് 2 ഘാതം 1 ഇത് എത്രയാണ് വരുന്നത്? 2 ഘാതം 2 1 ഗുണിക്കണം 2 ഘാതം 2 എത്രയാണ്? അത് 4 ആണ്. 2 പ്ലസ് 4 പ്ലസ് ഇത് 2 ഘാതം 3 8 വരും ഗുണിക്കണം 0 തന്നെ. ഇത് 2 ഘാതം 4 അതായത് 16 ഗുണിക്കണം 1 എത്രയാ? 16 തന്നെ. 16 4 20 2 22 ഇവിടെയും ശരിയായി. അപ്പം ബൈനറി സംഖ്യകളുടെ സങ്കലനം നമ്മൾ നേരത്തെ ചെയ്ത രീതി വളരെ കറക്റ്റ് ആണല്ലോ. അടുത്തത് വ്യവകലനമാണ്. നേരത്തെ സങ്കലനത്തിന്റെ ബൈനറി സംഖ്യകളുമായി ബന്ധപ്പെട്ടുള്ള തത്വം സൂചിപ്പിച്ചതുപോലെ വ്യവകലനവുമായി ബന്ധപ്പെട്ട തത്വം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 0 മൈനസ് 0 സമം 0 ആണ്. 0 മൈനസ് 1 എത്രയാ? അത് 1 ആണ് ഫലം. അതില് കടം നേരത്തെ നമ്മൾ കരിയറാണ് സങ്കലനം ചെയ്തപ്പോ ഇവിടെ വ്യവകലനം ചെയ്യുമ്പോൾ അതിൽ കടം 1 വരുന്നുണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കാം. ഇപ്പൊ 0 മൈനസ് 0 0 മൈനസ് 1. അടുത്തത് 1 മൈനസ് 0 അത് 1 ആണ്. 1 മൈനസ് 1 സമം 0. ഈ തത്വപ്രകാരം നമുക്ക് വ്യവകലനം ചെയ്ത് നോക്കാം. 1,1,0,1 മൈനസ് 1,0,1,0 ആണ്. 1,1,0,1ന്റെ വില എത്ര വരും? 13 വരും. 1,0,1,0ന്റെ വിലയോ 2 വെട്ടും 10 വരും. 13 10 കുറച്ചാൽ 3 കിട്ടും. ഇനി നമുക്ക് ഈ തത്വപ്രകാരം ഇതൊന്ന് കുറച്ച് നോക്കാം. 1ൽ നിന്ന് 0 പോയാൽ 1 ആണ്. 1ൽ നിന്ന് 0 പോയാൽ 1. 0ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും. അവിടെ കടം 1 വരുന്നുണ്ട്. കടം 1 വരുമ്പോൾ അത് ഇവിടേക്ക് പോകും. അതായത് 0 പ്ലസ് 1 ആകും. അങ്ങനെ ഒരു 1 കിട്ടും. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടും. ഇവിടെ 1ൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടും. അപ്പൊ എന്ത് വന്നു? 0 0 1. ഈ 1നെ നമ്മൾ 2ന്റെ കൂട്ടമാക്കി മാറ്റുമ്പോൾ ഇത് സംഭവിക്കും. 1 ഗുണിക്കണം 2 ദാറ്റ് ഈസ് 1 പ്ലസ് ഇത് എത്ര വരും? 1 ഗുണിക്കണം 2 അപ്പോൾ 2 കൂട്ടിയാൽ 3. നമുക്കിവിടെ കിട്ടിയത് 3. അപ്പൊ അത് വളരെ ശരിയാണെന്ന് മനസ്സിലായി. സങ്കലനം കഴിഞ്ഞു, വ്യവകലനം കഴിഞ്ഞു. ഇനി ഗുണനം നോക്കാം. സാധാരണ സംഖ്യകളുടെ ഗുണനഫല രീതി തന്നെയാണ് ബൈനറി സംഖ്യകളുടെ ഗുണനഫലം കാണുന്നതിനും സ്വീകരിച്ചിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. 2 ബൈനറി സംഖ്യകളാണ്. 1,1,0,1 ഗുണിക്കണം 1,0,1,0. 1,1,0,1 ഗുണിക്കണം 1,0,1,0. ആ ഗുണനഫലം ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 0, 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1,1,0,1, വീണ്ടും 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 0,
ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സാധാരണ ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത് അതേ സ്ഥാനം അനുസരിച്ച് ഗുണിക്കുകയും നമ്മൾ എങ്ങനെയാണോ സങ്കലനം ചെയ്യേണ്ടത്, സങ്കലന ക്രിയ നേരത്തെ മനസ്സിലായല്ലോ, 0 0 0 ഒന്നും കൂടെ കൂട്ടിയാൽ 1, 0 കൂട്ടിയാൽ 0, പിന്നീട് 1 1 കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും, അതിന്റെ കെരി ഓവർ അപ്പുറത്തേക്ക് പോകും, അവിടെ 1 വന്നു, 1 1 കൂട്ടുമ്പോൾ വീണ്ടും 0 കെരി ഓവർ വരും, ആ 1 1 കൂട്ടുമ്പോൾ 0 വരും, കെരി ഓവർ വരും, 1 1 കൂട്ടുമ്പോൾ 0 വരും, കെരി ഓവർ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ എന്ത് കിട്ടി? 1 0 0 0 0 0 1 0 കിട്ടി. ഇതാണ് ഗുണനഫലം. അത് ഞാൻ ബോർഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. പ്രോജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്, അപ്പൊ ചെയ്ത് തന്നെ നോക്കണം. ഇതിന്റെ ഉത്തരം ശരിയാണോ എന്ന് നോക്കേണ്ടി വരും. 1101 വില പ്രകാരം എത്രയാണ്? 13 ആണ്. 1010 വില 10 ആണ്. അപ്പൊ 130 ഉത്തരം കിട്ടേണ്ടത്. ഇതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റുമ്പോൾ 13ഉം ഇതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റുമ്പോൾ 10ഉം ഇത് തമ്മിൽ ഗുണിച്ചാൽ 130 കിട്ടേണ്ടത്. നമുക്ക് കിട്ടിയത് എത്രയാണ്? 1 1 2 3 4 5 0 1 2 3 4 5 പിന്നീട് 1 0 ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 2 ഘാതം 0, ഇത് 2 ഘാതം 1, ഇത് എത്ര വരും? 2 3 4 5 6 7 2 ഘാതം 7. ബാക്കിയുള്ള 0 നമുക്ക് ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം. ഇത് 2 ഘാതം 1, അതായത് 2 ഗുണിക്കണം 1 2 പ്ലസ് ഇവിടെ 2 ഘാതം 7 ആണ്, അത് എത്രയാ? 128. 2 കൂടെ കൂട്ടിയാൽ 130. ആ 130 തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലായി. ലാസ്റ്റ് ഹരണമാണ്. ഗുണത്തെ പോലെ ഹരണവും ദശാംശ സംഖ്യകളുടെ രീതിയിൽ തന്നെയാണ്. നേരത്തെ എങ്ങനെയാണോ ഗുണിക്കാൻ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഹരണം അത് തന്നെയാണ്. സാധാരണ ദശാംശ സംഖ്യകൾ എങ്ങനെയാണോ ഹരിക്കുക, അതിന്റെ ഒരു ഉദാഹരണമാണ് 1 0 1 0 ഹരിക്കണം 1 0 1 0 1 0 ഹരിക്കണം 1 0. ഇങ്ങനെ ഹരിക്കുമ്പോൾ ഇതില് 1 ഇതില് അടങ്ങില്ല, അപ്പൊ 0, ഇതില് 1 കിട്ടി, ഇത് കിട്ടി 1 0 1. 1 0 1 0 വില എത്രയാണ്? 10 ആണ്. 1 0 വില എത്രയാണ്? 2 ആണ്. 10ന് 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 5 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇതിന്റെ വില, അതായത് 1 0 1 വില എത്രയാ? 2/0, അതായത് 1 1 ഗുണിക്കണം 1 1 പ്ലസ് ഇത് എത്ര വരും? ഇത് 2/1, ഇത് 2/2, അതായത് 4. എത്ര വന്നു? 5. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹരണ ഫലവും ഗുണനഫലവും സങ്കലനവും വ്യവകലനവും എങ്ങനെയാണ് ബൈനറി സംഖ്യകളുടെ അതിന്റെ സ്ഥാനക്രമവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവസാനമായി നേരത്തെ ചില പ്രത്യേകതകൾ സൂചിപ്പിച്ചത് കൂടി ചേർത്ത് ഒരു മിനി പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതിന്റെ രീതി ഒക്കെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് നല്ല ഒരു പ്രോജക്റ്റായി നിങ്ങൾ ഈ ഒക്ടോബർ 31 മുമ്പ് കേരള ഗണിതശാസ്ത്ര പരീക്ഷത്തിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് പരമാവധി കോട്ടയത്ത് അവതരിപ്പിക്കുന്ന ഡിസംബർ മാസത്തിൽ അവതരിപ്പിക്കുന്ന ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. എല്ലാ ആശംസകളും.